ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ആവശ്യമില്ലാത്ത നാനാത്വ സങ്കല്പങ്ങൾ. പ്രതിപാദിക്കുന്ന സാരം ഏകമായതിനാൽ പ്രതിപാദകമായ സർവമതങ്ങളും ഏകത്വത്തെ ശ്രവിക്കുന്നു. അതിനാൽ പലതെന്നുള്ള സങ്കല്പം എന്തിന്? പ്രിയരെ, തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പുഷ്പം ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. അത് കണ്ടിട്ട് ഒരു ചിത്രകാരൻ അതിലെ ദളങ്ങളെയും അവയോരോന്നും അടുക്കടുക്കായിരിക്കുന്നതിനെയും അതിന്റെ രൂപത്തെയും കുറിച്ച് വർണ്ണിക്കുന്നു. ഒരു പെയിന്റർ ആ പുഷ്പത്തിന്റെ വർണ്ണവിസ്മയത്തെയും അതിന്റെ സങ്കലനത്തെയും കുറിച്ച് വിവരിക്കുന്നു. ഒരു ജീവശാസ്ത്രകാരൻ ആ പൂവിന്റെ വംശത്തെയും പിറവിയെയും പറ്റി സംസാരിക്കുന്നു. ഒരാസ്വാദകൻ ആ പുഷ്പം പരത്തുന്ന സൗരഭ്യത്തെ വാഴ്ത്തുന്നു. മറ്റൊരു ഗുണഭോക്താവ് ആ പുഷ്പത്തിന്റെ സത്തും തേനും നൽകുന്ന ഔഷധമൂല്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഒരു തത്വചിന്തകൻ അതിന്റെ ആകെ സ്വരൂപത്തെപ്പറ്റി സിദ്ധാന്തിക്കുന്നു. ഇവിടെ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പ്രതിപാദക വസ്തു ഒന്നുതന്നെയായിരിക്കുകയല്ലേ? ഈ പ്രതിപാദനങ്ങളെല്ലാം ചെന്നുചേരുന്നതും ഒന്നിൽ തന്നെയല്ലേ? അപ്പോൾ ഒന്നായിരിക്കുന്നതിന്റെ പലതായ വർണ്ണനകളെ അടിസ്ഥാനമാക്കിയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും അർത്ഥമില്ലാത്തവയാണ്. ഈ പലതായ സങ്കല്പങ്ങളാണ് ഒന്നിനെ വിഭിന്നമാക്കി തീർക്കുന്നത്. ഇതുപോലെയാണ് ഏകമായിരിക്കുന്ന മതത്തെ പലതാക്കി വ്യാഖ്യാനിച്ച് വിഭിന്നങ്ങളാക്കുന്നത്. അതിനാൽ ഈ പലതെന്നുള്ള നാനാത്വ സങ്കല്പം ആവശ്യമില്ലാത്തതാണ്. ഇപ്രകാരം വിചാരം ചെയ്തറിയുന്നതിനാൽ ഏകമായിരിക്കുന്ന മതതത്വത്തെ അറിയുവാനും അനുഭവിക്കുവാനും ശാശ്വതമായ ശാന്തിയുടെ നിത്യതയിൽ ജീവിതത്തെ ധന്യമാക്കുവാനും കഴിയും. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാട്.